മിനിമം ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികളിൽ നിന്നാണ് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുതിയൊരു അപേക്ഷ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അതായത് ITBP ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. യൂണിഫോം പോസ്റ്റ് ആണ്, 10ാം ക്ലാസ് മതി. മുൻപ് ഇതിന്റെ അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിന് പലർക്കും അപേക്ഷിക്കാൻ പറ്റിയില്ല. കാരണം ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം ഇതിന്റെ അപേക്ഷ എടുത്തു കളഞ്ഞു. അപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു സൈറ്റിൽ ഉണ്ടായിരുന്നത്. അപേക്ഷിക്കാൻ കയറിയാൽ ഈ ഒരു പോസ്റ്റേ ഇല്ലാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പുതിയൊരു അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്ന് വീണ്ടും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൊത്തം വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നമ്മളൊരു വ്ളോഗിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ അതിന്റെ ലിങ്ക് കൊടുക്കാം. സോ നിങ്ങളുടെ ടൈമിന്റെ വാല്യൂ എനിക്ക് അറിയാം, കാരണം പഠിക്കാനുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും. സമയമുള്ളവർ പറ്റുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം എൻ്റെ ഗ്രാജുവേഷനൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഈ ഒരു ഫീൽഡിൽ തന്നെ എനിക്ക് നിൽക്കണം എന്നുണ്ട്. മറ്റുള്ള ഓഫേഴ്സ് വരുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ഫീൽഡ് പലരുടെയും കമന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിട്ടുപോകാനായിട്ട് തോന്നുന്നില്ല. സോ തീർച്ചയായിട്ടും പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. സോ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ കൂടി ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇവിടെ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വിൻഡോ ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി, അതുപോലെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് ആൻഡ് കോൺസ്റ്റബിൾ കാനൽമാൻ. അത് മുൻപ് ക്ഷണിച്ചതാണ്, അധികം നമ്മൾ നോക്കുന്നില്ല. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. 30/8/2024 മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 29/9/2024, അതായത് അടുത്ത മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 29-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം വീണ്ടും നീട്ടിത്തരികയാണ് ചെയ്തത്. ഒരു ടെക്നിക്കൽ റീസൺ കാരണം ഇതിന്റെ അപേക്ഷ ITBP സൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റി. വീണ്ടും അപേക്ഷിക്കാൻ പറ്റാത്തവർക്ക്, നിങ്ങൾ വിചാരിക്കും മുൻപ് അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കണമെന്നില്ല. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 12/8/2024 ആ ഒരു സമയം മുതലായിരുന്നു ഇതിന്റെ അപേക്ഷ തുടങ്ങിയത്. അപ്പൊ ആരൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടോ അത് സ്റ്റിൽ അവരുടെ അപേക്ഷ അവിടെ അവിടെ ഉണ്ടാവും. നിങ്ങൾ അപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇതുവരെ അപേക്ഷിക്കാത്തവരാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷിക്കേണ്ടത്. മുൻപ് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പൊ എങ്കിലും പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാകാം. അപ്പൊ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മുൻപ് വിളിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 12 ഓഗസ്റ്റ് മുതൽ 10 സെപ്റ്റംബർ വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. നോട്ടിഫിക്കേഷനിൽ ചെറിയ മാറ്റങ്ങൾ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ അടക്കം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. 12 ഓഗസ്റ്റ് എന്നുള്ളത് 30 ഓഗസ്റ്റ് മുതൽ ഏകദേശം 29 സെപ്റ്റംബർ വരെ ഡേറ്റ് മാറ്റി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ഡേറ്റിലാണ് ഇനി നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മുൻപ് അപേക്ഷിച്ചവർ ഇനി ഇതിന് അപേക്ഷിക്കണമെന്നില്ല. മുൻപ് അപേക്ഷ തുടങ്ങിയ സമയത്ത് ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കാരണമാണ് ഇതിന്റെ അപേക്ഷ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഓപ്പൺ ചെയ്തതാണ്, ഒരു മാസത്തേക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി, പുരുഷന്മാർക്കും വനിതകൾക്കും വിളിച്ച് കാണാൻ സാധിക്കും. 9 ഒഴിവുകളാണ് ഉള്ളത്. പിന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് വിളിച്ച് കാണാൻ സാധിക്കും. 115 ഒഴിവുകളാണ് ഉള്ളത്. പിന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ, അത് ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൺലി ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ആ ഒരു പോസ്റ്റ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 4 ഒഴിവുകളാണ് അതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ ബാക്കിയുള്ള പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറിക്ക് ഇവിടെ പറയുന്നത് 25,500 രൂപയാണ് നിങ്ങൾക്ക് തുടക്കം ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ബേസിക് സാലറിന്റെ കൂടെ നിങ്ങൾക്ക് കയ്യിലേക്ക് വരുന്ന സമയത്ത് ഇത് 35,000-ന്റെ മുകളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ്, അങ്ങനെ പല അലവൻസും കൂടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ശമ്പളം ഇവിടെ ആയിരിക്കില്ല ഒതുങ്ങുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 81,100 വരെ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ, ഈ പോസ്റ്റുകൾക്ക് 21,700 മുതൽ 69,100 വരെ ശമ്പളം ലഭിക്കും. ഈ 2 പോസ്റ്റിനും യൂണിഫോം അലവൻസുകളും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ അലവൻസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റും കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കോൺസ്റ്റബിൾ, ആദ്യം തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറിയും അതുപോലെ കോൺസ്റ്റബിൾ കാനൽമാനും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് പോസ്റ്റിനായിട്ട് 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഏജിൽ റിലാക്സേഷൻ ഉണ്ട്, അത് നമ്മൾ മുന്നോട്ടേക്ക് പറയുന്നതായിരിക്കും. ഏജിലുള്ള റിലാക്സേഷൻ നമ്മൾ മുന്നോട്ടേക്ക് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് +2 വിദ്യാഭ്യാസ യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദി കാൻഡിഡേറ്റ് ഷാൽ ഹാവ് പാസ്ഡ് റെഗുലർ പാരാ വെറ്റിനറി കോഴ്സ്, അല്ലെങ്കിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മിനിമം 1 ഇയർ ഡ്യൂറേഷൻ ആണ് റിലേറ്റഡ് വെറ്റിനറി കോഴ്സിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിലോ ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു
ഈ ഒരു ഫീൽഡിൽ നമ്മുടെ വെറ്റിനറി ഫീൽഡുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ വേണം. ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് +2ൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ടാണ്. അതിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് 10th മാത്രം മതി, 10ാം ക്ലാസ് മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മറ്റൊരു യോഗ്യതയും വേണ്ട. അതുപോലെ തന്നെ അതിൻ്റെ താഴെ പറയുന്ന പോസ്റ്റ് നമ്മുടെ കോൺസ്റ്റബിൾ കാനൽമാൻ, അതിന് അപേക്ഷിക്കാനും നിങ്ങൾക്ക് 10ാം ക്ലാസ് മതി. അവിടെ നിങ്ങൾക്ക് D+ പ്രശ്നമാകുന്നില്ല. മിനിമം പാസ്സായതാണെങ്കിൽ ജസ്റ്റ് മിനിമം നിങ്ങൾ 10th പാസ്സായിട്ടേ ഉള്ളൂ, അതാണെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല. യാതൊന്നും പ്രശ്നമല്ല. ജസ്റ്റ് ഇനി പറയാൻ പോകുന്ന ഹൈറ്റും അതുപോലെ ചെസ്റ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഏജ് ക്രൈറ്റീരിയ ഒന്ന് ശ്രദ്ധിക്കണം. ഏജ് ലിമിറ്റും കൂടി ഉണ്ടായിരിക്കും. ഏജിൻ്റെ ഉള്ളിൽ, ഇത് പറയുന്ന ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങളുടെ ഏജ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജിൽ റിലാക്സേഷൻ ഉണ്ടെന്ന്. SC STക്ക് 5 വർഷവും അതുപോലെ തന്നെ OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലുള്ളവാണ് അപേക്ഷകർക്ക് ITBP കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 170 സെന്റിമീറ്റർ പുരുഷന്മാർക്ക് ഹൈറ്റ് ഉണ്ടാവണമെന്ന് ശ്രദ്ധിക്കുക. വനിതകൾക്ക് 157 സെന്റിമീറ്റർ വേണം. അതുപോലെ 80 സെന്റിമീറ്റർ ചെസ്റ്റ് വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 ആക്കാൻ സാധിച്ചിരിക്കണമെന്നും കൂടി ശ്രദ്ധിക്കുക. ഇനി ST കാറ്റഗറിയിൽ വരുന്നവർ അപേക്ഷിക്കുമ്പോൾ, ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ വരുന്നവർ അപേക്ഷിക്കുമ്പോൾ 162.5 സെന്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് മതി. വനിതകൾക്ക് 150 സെന്റിമീറ്റർ ആണ് പറയുന്നത്. പിന്നെ പുരുഷന്മാരുടെ ചെസ്റ്റ് മെഷർ ചെയ്യുന്നത് 76 സെന്റിമീറ്റർ മിനിമം വേണം. ST കാറ്റഗറിന്റെ കാര്യമാണ് പറയുന്നത്. 81 സെന്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണമെന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട്, ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറിയും അതുപോലെ കോൺസ്റ്റബിൾ കാനൽമാനും അതിന്റെ ഹൈറ്റും കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല, സെയിം തന്നെയാണ്. നോട്ടിഫിക്കേഷനിൽ 2 കൊടുത്തതല്ലോ, 170, 157 വനിതകൾക്ക്, 80, 85 നേരത്തെ പറഞ്ഞ അത് തന്നെ. ST ഉദ്യോഗാർത്ഥികൾക്ക് 162.5, 150 സെന്റിമീറ്റർ, ഫീമെയിൽസിന് 76, 81 കറക്റ്റ് തന്നെ. മുകളിലുള്ള അതേ ഡാറ്റ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ചെസ്റ്റും കാര്യങ്ങളും എല്ലാം എല്ലാ പോസ്റ്റുകൾക്കും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണ്. ST വിഭാഗത്തിനുള്ള മാറ്റവും എല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാ പോസ്റ്റുകൾക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഹൈറ്റും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ITBPന്റെ വെബ്സൈറ്റിലൂടെയാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അതിൽ 1600 മീറ്റർ ഓട്ടം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഏകദേശം 7.5 മിനിറ്റിൻ്റെ ഉള്ളിലാണ്. പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്, പുരുഷന്മാരുടെയാണ് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് 11 ഫീറ്റിന്റെ ഒരു ലോങ് ജമ്പ് ഉണ്ട്, 3 ചാൻസ് തരും. അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ചാടിക്കടന്നാൽ മതി. പിന്നെ 3.5 ഫീറ്റിന്റെ ഒരു ഹൈ ജമ്പ് ഉണ്ട്, 3 ചാൻസ് തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഫീമെയിൽസിന്റെ കാര്യം നോക്കാം. ഫീമെയിൽസിന്റെ റേസ് പറയുന്നത്, അതായത് ഓട്ടം പറയുന്നത് 800 മീറ്റർ ഓട്ടം ഏകദേശം, അതായത് 800 മീറ്റർ റേസ് ആണ്. 4.45 മിനിറ്റിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 9 ഫീറ്റിന്റെ ഒരു ലോങ് ജമ്പ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 3 ഫീറ്റിന്റെ ഒരു ഹൈ ജമ്പ് പറയുന്നുണ്ട്. ഇത് രണ്ടിനും 3 ചാൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് പാസ്സാവുന്നവർക്ക് അതേ ദിവസം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും. അതായത് വനിതകളാകുമ്പോൾ അവർക്ക് ഉയരം നോക്കും, അതുപോലെ പുരുഷന്മാരാകുമ്പോൾ ഉയരവും ചെസ്റ്റും അതുപോലെ വെയിറ്റും കാര്യങ്ങളൊക്കെ വനിതകൾക്കും പുരുഷന്മാർക്കും ഉണ്ട്. വെയിറ്റും നോക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഘട്ടം പാസ്സാവുന്നവർക്ക് ഒരു ലിസ്റ്റ് ഇട്ടിട്ട് റിട്ടൺ എക്സാമിനേഷന് വേണ്ടി അഡ്മിറ്റ് കാർഡ് തരും. ആ എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ പാസ്സാവുന്നവർക്കായിരിക്കും അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ കടമ്പ മുന്നോട്ട് പോകുന്നത്. റിട്ടണും കഴിഞ്ഞ് പോകുന്നവർക്ക് മെഡിക്കൽ ഉണ്ട്. മെഡിക്കൽ പാസ്സാവുന്നവർക്ക് മെയിൻ ലിസ്റ്റിൽ വരാൻ സാധിക്കുകയും അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിലേക്ക് കയറാനും സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഡേറ്റ് മാറ്റമാണെന്ന് ശ്രദ്ധിക്കുക. അതായത് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഡേറ്റിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു ഡേറ്റ് അല്ല, 30 ഓഗസ്റ്റ് മുതൽ ഏകദേശം 29 സെപ്റ്റംബർ വരെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 30 ഓഗസ്റ്റ് മുതൽ ഏകദേശം നിങ്ങൾക്ക് 29 സെപ്റ്റംബർ വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഡേറ്റ്, അപേക്ഷിക്കേണ്ട ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് കാണാം.